ഗായ്സ് വെൽക്കം ബാക്ക് മച്ചാൻ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പം നാളെ നമ്മുടെ അങ്ങനെ ഈ ഫുട്ബോളിന്റെ അപ്ഡേറ്റ് വരാൻ പോണി. അപ്ഡേറ്റും ഉണ്ട്, മെയിൻ്റെനൻസും ഉണ്ട്. അപ്പോൾ മച്ചാൻ നാളെയാണ് നമ്മുടെ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ. കാരണം അത്യാവശ്യം GB ഒക്കെ എടുത്ത് ഓൾറെഡി നമ്മുടെ ചൈനീസ് സൈറ്റിലും കാര്യങ്ങളിലും കുറേ പാക്ക് ആയാലും മാസ്റ്റർ ലീഗ് ആയാലും അങ്ങനെയുള്ള നോമിനേറ്റിംഗ് കോൺട്രാക്ട് ആയാലും കോയിൻ ആയാലും എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ മച്ചാൻ എന്താ പറയുക, നമ്മൾ ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ട് സബ് ചെയ്യുക. നാളെ നമ്മുടെ മെയിൻ്റെനൻസ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. ഉറപ്പായിട്ട് രാവിലെ തന്നെ 10 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാം. അതുപോലെ മച്ചാൻ അപ്പം നമുക്ക് എന്തായാലും വരാൻ പോണ പാക്ക് പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മോഡ് കാര്യങ്ങൾ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കാതെ ഉറപ്പായിട്ട് ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ രാത്രി 8 മണിക്ക് ലൈവ് ഉറപ്പായിട്ട് സെറ്റാണ് ഗൈസ്. അപ്പം കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ റാങ്ക് പുഷാണ് ചെയ്യാൻ കുറേ പേര് എന്നോട് പറഞ്ഞത്. അപ്പം നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കളിക്കാൻ, കൂടുതൽ റാങ്ക് പുഷ് ചെയ്തതിന് ശേഷം കുറച്ച് നമുക്ക് അല്ലാത്ത കളിക്കാം കേട്ടോ. മച്ചാൻ അപ്പം നിങ്ങൾക്കറിയാം ഈ ഫുട്ബോൾ കണക്ട് എന്ന് പറഞ്ഞ് കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഫുട്ബോൾ തന്നെ ഇന്നലെ വൈകുന്നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പം എത്തിയുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഞാൻ സെറ്റാക്കി. അപ്പോൾ ഈ മേജർ അപ്ഡേറ്റ് ആണ് V4 എന്താ പറയുക 4.4.0ൻ്റെ. അപ്പം കുറേ ഇതിനകത്ത് കണ്ടായിരുന്നു ഒരു 800 MB മേളിൽ എന്തായാലും മച്ചാൻ നാളത്തെ ഒരു അപ്ഡേറ്റ് ഉറപ്പായിട്ട് ഷുവറാണ്. കാരണം അതിൽ കുറഞ്ഞ എന്തായാലും അവർ തരാൻ ചാൻസ് ഇല്ല എന്നാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇപ്പം ക്രോസ് ബാർ എന്ന് പറഞ്ഞ പുതിയൊരു സംഭവം ഫീച്ചർ വരാൻ പോവാണ്. നമുക്ക് ഓൾറെഡി ഈ ഫുട്ബോൾ അറിയാൻ പോവാണ്. പിന്നെ ഓൾറെഡി കേസ് അപ്പം ഇവർ പറയുന്നത് തീം ഈവന്റ് ചലഞ്ച് ഈവന്റ് എന്ന് പറഞ്ഞ് പുതിയൊരു ഈവന്റ് കൊണ്ടുവരാൻ പോവാണ്. 100 കോയിനും വെച്ചാണ് തരുമെന്നാണ് കേട്ടത്. എന്തായാലും അതെങ്കിലും ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെച്ചാൽ ഓൾറെഡി നമുക്ക് പറയാനുള്ള നമ്മുടെ പ്ലെയർ എക്സ്ചേഞ്ച്, അതായത് നമ്മുടെ എക്സ്ചേഞ്ച് ട്രേഡിന്റെ കാര്യമാണ്. ഓൾറെഡി നമ്മുടെ ഈ FC മൊബൈലിലൊക്കെ ഓൾറെഡി ഉണ്ട്, ഫിഫയിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ചൈനീസിലും ഏകദേശം വന്നിട്ടുണ്ട് സംഭവം. ഇത് കാണുന്ന പോലെ എന്താ പറയുക 3 പ്ലെയറിൻ്റെ അടുത്ത് 1 പ്ലെയർ റിലീസ് ചെയ്ത പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നാളത്തേന് ഏകദേശം കൺഫേംഡ് ആണ് ഈ ഒരു സാധനം വരുമെന്ന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. എന്തായാലും ലാസ്റ്റ് ഇവർ മാറ്റാണ്ടിരുന്നാൽ മതിയായിരുന്നു. പിന്നെ ഓൾറെഡി കേസ് നമുക്ക് എന്താ പറയുക എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ റൊണാൾഡോൻ്റെ ഒരു കാർഡ്. അതിപ്പോഴും കേസ് എന്താ പറയുക റൂമറാന്ന് പറയുന്നുണ്ട്. കാരണം ജുവന്റസിന്റെ ഓൾറെഡി എന്താ പറയുക ലൈസൻസ് ഓൾറെഡി കൊനാമിക്ക് ഇല്ല. അപ്പം മച്ചാന്മാരെ പിന്നെ കുറച്ച് പേര് നമ്മളോട് ചോദിച്ചായിരുന്നു കൈസ് എന്താ പറയുക ബ്ലൂ ലോക്ക് എന്നൊക്കെ പറഞ്ഞ അവതാറൊക്കെ കയറി വരുമെന്ന്. അപ്പം അതിനുള്ളൊരു ചാൻസ് നാളെ നല്ലോണം കാണുന്നുണ്ട്. മെസ്സിയുടെ ഒരു ബേസ് കാർഡൊക്കെ തരുമെന്നുണ്ട്, ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ റൊണാൾഡോന്റെ ഒരു ഗ്ലോബലി ആയിട്ട് കാർഡ് വരണമെങ്കിൽ റൊണാൾഡോന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എഗ്രിമെന്റ് വേണ്ടി വരികയാണ്. ഇതേപോലത്തെ ഒരു ജുവന്റസ് കാർഡ് ആയിരിക്കും മച്ചാന്മാര് വരും. കാരണം എന്തായാലും ഗൈസ് ഒരു പ്രതീക്ഷയുണ്ട് കൊനാമി നാളെയെങ്കിലും ഇത് കൊണ്ടുവരുമെന്ന്. അപ്പം എന്തായാലും വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. പിന്നെ അതുപോലെ കഴിച്ച് നമുക്കൊരു ചാൻസ് ഡീൽ നാളെ എന്തായാലും സ്പെഷ്യലായിട്ട് തരുന്നതായിരിക്കും. കാരണം നമ്മുടെ അപ്ഡേറ്റ് അല്ല, അപ്പം എന്തായാലും തരാണ്ടിരിക്കില്ല, ഷുവറാണ്. പിന്നെ കേസ് ഓൾറെഡി നിങ്ങൾക്കറിയാം ബിഗ് ടൈം ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക 100% യമാലായിരിക്കില്ല, നമ്മുടെ സുവാരസ് തന്നെ ആയിരിക്കും. അപ്പോൾ സുവാരസ് ഉള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക. എൻ്റെ അടുത്ത് സുവാരസ് ആണ്. കാരണം അത് പറയാൻ കാരണം വേറെ ഒന്നുമില്ല കേസ്, അവർ ആ MS കംപ്ലീറ്റ് ചെയ്യും. അല്ലാണ്ട് അവരിപ്പോൾ കൊണ്ടുപോയിട്ട് യമാലിൻ്റെ തരാൻ ചാൻസ് ഉണ്ടാവില്ല. അല്ലെ 2 കാർഡുകൾ ഇറക്കുന്നുള്ളൂ. പിന്നെ കേസ് നമ്മുടെ ഡിബ്രൂണിൻ്റെ ഒക്കെ ഒരു കാർഡുണ്ട്, ഈജിപ്തിൻ്റെ കാർഡ് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഉറപ്പാണ് അവൈലബിൾ പ്ലേയേഴ്സ് ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ കേസ് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാളെ ഒരു എപ്പിക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ചാൻസ് നമ്മുടെ കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് റൊണാൾഡോ റോബർട്ടോ കാർലോസിൻ്റെ ആ ഒരു പാക്ക് കഫൂവിൻ്റെ ഒക്കെ. അപ്പോൾ ആ ഒരു പാക്ക് റിപ്പീറ്റ് വരാൻ വളരെയധികം ചാൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ യൂറോപ്യൻ അറ്റാക്കേഴ്സ് ബെർക്കാം റൗള് ഡിസ്റ്റലിൻ്റെ ഒക്കെ ഒരു പാക്ക് കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇറ്റാലിയൻ ഗാർഡിയൻസ് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്, മത്യൂസ് കഫു അബിയാട്ടി ഇവരുടെ ഒരു പാക്കും. പിന്നെ കഴിച്ച് നാളെ തൊട്ട് നമ്മുടെ പെനാൽറ്റിയിൽ മാറ്റം വരാൻ പോവാണ്. മിക്കവാറും കസിലിയാസും കാർലോസും കിടന്ന് കുറേ ആയി കറങ്ങുന്നു. അപ്പം നാളെ അതിനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അപ്പം ഈ ഒരു പാക്ക് ഷുവറായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മച്ചാമാരെ ഇത് ഞാൻ ഒരു സൈറ്റിൽ നിന്ന് കിട്ടിയതാണ്. നമുക്കറിയാം നമ്മുടെ വാൻ ബാസ്റ്റും റൈഗാർഡും ഗുല്ലിറ്റൊക്കെ കുറേ ആയി വന്നിട്ടില്ല. അപ്പം ചൈനീസിലൊക്കെ ഓൾറെഡി ഈ ഒരു പാക്ക് കിടക്കുന്നുണ്ട് തന്നെ നാളെ ഇവരുടെ ഒരു പാക്ക് നെതർലാൻഡ് പാക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം കൂടുതലും ഈ ഒരു പാക്കിലുള്ള ഇതൊക്കെ കാണിക്കുന്നുണ്ട് എബിലിറ്റീസൊക്കെ. പിന്നെ നമുക്ക് 2 ഫോട്ടോസ് കിട്ടിയതായിരുന്നു നമ്മുടെ മാസ്റ്റർ ലീഗിൻ്റെ എന്താ പറയുക ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പ്രതീക്ഷയുണ്ട് കൈസ് ഈ ഒരു ഇതൊക്കെ എത്തട്ടേന്ന്. പിന്നെ അതുപോലെ നമ്മൾ ചൈനീസിൻ്റെ ഒരു നമുക്ക് കുറച്ച് കോയിനൊക്കെ കൂട്ടി തരുമെന്നാണ് എന്തായാലും കൊനാമി പറഞ്ഞിട്ടുള്ള കൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എന്തൊക്കെയായിരിക്കും ആ ഒരു നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണ്. കാരണം കുറച്ച് പേര് പറഞ്ഞായിരുന്നു ബ്രോ GP ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്, അവതാർ വരുമോ,
മെസ്സിയുടെ കാർഡായിരിക്കും ഫ്രീ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് എന്താ പറയുക കമൻസും ഉണ്ട്. അപ്പോൾ എന്തായാലും കഴിച്ച് ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ മച്ചാൻ. അപ്പോൾ ഇന്നോട്ട് നമ്മൾ ലൈവ് പൊളിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. സാധാരണ ഒരു 8 മണിക്കാണ് രാത്രി. അപ്പോൾ അതുപോലെ തന്നെ നാളെ നമുക്ക് ഉഷാറാക്കണം. നാളെ നമ്മുടെ മെയിൻ്റനൻസ് പ്ലസ് അപ്ഡേറ്റ് ലൈവ് ആണ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. 10 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഉഷാറാക്കാം. പ്രതീക്ഷയുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും കൊനാമിയിൽ പുതിയ മാനേജറിൽ പുതിയ അനിമി ക്യാരക്ടറൊക്കെ വരുന്നുണ്ടെന്ന് കേട്ടെ, അവതാർ ക്യാരക്ടറൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാത്തിനും പ്രതീക്ഷയുണ്ട്. അപ്പോൾ എന്തായാലും മച്ചാൻ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവ് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.